ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നോമ്പൊക്കെ അല്ല, ഒരുപാട് നേരം അടുക്കളയിൽ നിൽക്കാതെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 സവാള ഇതുപോലെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എത്രയാണോ അതിനനുസരിച്ച് വേണം സവാള ഇട്ട് കൊടുക്കാൻ. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറി വരണം. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു മസാലയല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പം ബീഫ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇനി ബീഫിന് പകരം ചിക്കൻ ഇടുക. ഇനി ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുക. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് 2 മിനിറ്റ് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഒരു പീസ് ബ്രെഡ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മസാല വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ പകുതി മുറിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡും കൂടി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്ത് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് കിട്ടും. നമുക്കിനി 1 സെക്കൻഡ് പോലും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല വയറും മനസ്സും ഒക്കെ നിറയുന്ന നല്ല അടിപൊളി സ്നാക്സാണിത്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. താങ്ക് യു.